അപ്പോൾ നമ്മൾ ജെ ബോൾട്ട് എൽ ബോൾട്ട് ആക്കി തീർക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് നമ്മൾ ആസ്പെറ്റോ ഷീറ്റ്, അതുപോലെ തന്നെ മെറ്റൽ ഷീറ്റ്, ഒറാലിയ ഷീറ്റുകളൊക്കെ നമ്മൾ വീടിൻ്റെ സൈഡിൽ അല്ലെ വീടിന് വേണ്ടി നമ്മൾ നെയ്യുമ്പോഴത്തേക്ക് അതിന് ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ കറക്റ്റ് സൂട്ടാകാത്തതായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പിന് വലിപ്പ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സൂട്ടാകത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ച് പൈപ്പിനാണ്, GI പൈപ്പിനാണ് ഈ ജെ ബോൾട്ട് ഉപയോഗിക്കേണ്ടിരുന്നത്. പക്ഷേ അതിട്ട് ഇപ്പം ലൂസാണ്. അപ്പം അതിൻ്റെ പിരി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മുറുകത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ലെന്ത് കുറച്ചിട്ട് ഇതുപോലെ എൽ ബോൾട്ട് പോലെ അങ്ങ് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അത് ജെ ബോൾട്ട് ആക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് എൽ ബോൾട്ട് ആയിട്ട് വരിക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് അടിച്ച് നോർത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ആ ബെൻഡ് ഷോർട്ടായിട്ട് നമ്മൾ മടക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഇടുന്ന പൈപ്പ് നമ്മൾ 1.5 ഇഞ്ച് പൈപ്പിനാണ്, 1 ഇഞ്ച് പൈപ്പിനൊക്കെയാണ് നമ്മൾ ഇടാനായിട്ടാണ് നമ്മളിതിനെ ഷേപ്പ് വ്യത്യാസം വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു കമ്പിയും അതുപോലെ തന്നെ ഒരു ചുറ്റികയും അതുപോലെ തന്നെ ഒരു കൂടും ഒക്കെ ഉണ്ടോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആക്കിയെടുക്കും. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മൾ കാണിക്കുന്നത് പൈപ്പ് ചെറുതായതുകൊണ്ട് അത് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ആക്കി വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊക്കെ ഇരിക്കും. അതൊക്കെ നമ്മൾ അടിച്ച് നേരെയൊക്കെ ആക്കിയെങ്കിലേ അത് നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. ഇതിൽ വെച്ചിട്ട് നമ്മളതിന് വളച്ച് തിരിച്ച് അത് നല്ല ലെവലൊക്കെ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മളിതിൻ്റെ മെയ്യാനായിട്ട് ഇതിൻ്റെ ഷീറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെയാണുള്ളത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജെ ബോൾട്ടിനെ എൽ ബോൾട്ട് ആക്കി തീർക്കുകയും അതുപോലെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് മുറുക്കിയെടുക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. അതിൻ്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നൂർക്കുന്നത്, എങ്ങനെയാണ് അത് ഷേപ്പാക്കി എടുക്കുന്നുള്ളതാണ് നമ്മളിപ്പം കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിരിയുടെ വശം നീളം കൂടി പോയതുകൊണ്ട് നമ്മൾ മുറുക്കുമ്പോൾ ഷീറ്റ് പോയി മുട്ടും. ഇപ്പോൾ ഷീറ്റ് പോയി മുട്ടാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഷീറ്റ് തുളച്ചിടുന്നതാണ് കാണിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുത്തുകമ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല മൊനയുള്ള മൊനയിലെടുത്തിട്ട് നമ്മൾ ഒറാലിയ ഷീറ്റാണ്, അലുമിനിയത്തിൻ്റെ ഷീറ്റാണത്. ഇതിൽ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, നമ്മൾ ടാറിൻ്റെ വാഷറുണ്ട്, മെറ്റൽ വാഷറുണ്ട്, അതിൻ്റെ പിരിയുണ്ട്, അതിൻ്റെ നട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഷീറ്റ് ഇതിപ്പം മുഴുപ്പ് പറഞ്ഞൊരു പൈപ്പാണ്, പൈപ്പിൽ ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സൂട്ടായിട്ട് ഇതിന് മുകളിൽ വരുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ഇടേണ്ടത് ടാർ വാഷറാണ് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ മെറ്റൽ വാഷറോടെ ഇടുന്നു. അതിനുശേഷം നമ്മൾ നട്ടിട്ടിട്ട് നമ്മളങ്ങ് മുറുക്കുന്നു. അത് 13, 14 റിങ് സ്പാർ ഉപയോഗിച്ച് നമുക്ക് മുറുക്കിയെടുക്കാവുന്നതാണ്. ഒത്തിരി ടൈറ്റ് ചെയ്യരുത്, ഒരു മിനിമം മാത്രമേ ടൈറ്റ് ചെയ്യാവുള്ളൂ. ചൂടടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മെറ്റലിൻ്റെ അടിയിലുള്ള ടാർ വാഷർ ഉരുകിയിട്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയ ആ തുളയൊക്കെ അങ്ങ് അടഞ്ഞിട്ട് ഒരു കാരണവശാലും വെള്ളം അകത്ത് വീഴത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ജെ ബോൾട്ടിനെ എൽ ബോൾട്ടാക്കി കറക്റ്റ് സൂട്ടാക്കി എടുക്കുന്നത്. ഓക്കെ, താങ്ക്സ്.